ഞങ്ങളുടെ മറിയത്രേസ്യാമ്മയുടെ, ഞങ്ങളുടെ എന്ന് പറയാൻ പാടില്ല, നമ്മുടെ സഭയുടെ വിശുദ്ധിയാണല്ലോ, ഞങ്ങളുടെ സ്ഥാപനം മാത്രമല്ലല്ലോ. മറിയത്രേസ്യാമ്മയുടെ ഒപ്പം, അമ്മയുടെ ഒപ്പം ഞങ്ങളെ വളർത്തിയ ഒരു അപ്പനുണ്ടായിരുന്നു. ആ അപ്പന്റെ പേരെന്താ അറിയോ? എന്താ? വിനീത് പിതാവ്. വിനീത് പിതാവ് എന്റെ അമ്മ വീട് കാര്യമില്ലാണ്. അപ്പൊ വിനീത് പിതാവിന്റെ കൂടെ എന്റെ അമ്മയുടെ അപ്പൻ വയലിൻ വായിച്ച് പാട്ട് പാടാൻ പള്ളിയിൽ പോയിരുന്ന ആളാണ്. അതുകൊണ്ട് വളരെ അടുത്തറിയാം, കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ അപ്പൻ പറയുന്നത് സ്നേഹത്തിന്റെ ജീവിതമാണ് സ്വന്തം എന്ന് പറഞ്ഞേ. സ്നേഹത്തിന്റെ ഉറപ്പ് പറയും. ഇത്രയും ഒച്ചിരുന്ന ഒച്ചയെടുക്കും. എനിക്കാണെങ്കിൽ ഭയങ്കര ചുമയും. എന്നോട് പോയി ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ ഉറക്കം പറയും. അങ്ങനെ നമ്മളൊന്ന് ആക്റ്റീവ് ആവട്ടെ. അപ്പൊ നമ്മുടെ ബ്ലഡ് വെസൽസ് ഒക്കെ നല്ല ഉഷാറായിട്ട് വർക്ക് ചെയ്യും. പറയും സ്നേഹത്തിന്റെ ജീവിതമാണ് സ്വർഗം. ഒരുമിച്ച് പറയുമ്പോ ഒന്ന് പറഞ്ഞേ, സ്നേഹത്തിന്റെ ജീവിതമാണ്. ഒന്നുകൂടി, നമ്മൾ സ്നേഹത്തിന്റെ തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോ നമ്മൾ ദൈവരാജ്യത്തിലെ അംഗങ്ങളാണ്. പറഞ്ഞേ, സ്നേഹത്തിന്റെ തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോ ദൈവരാജ്യത്തിലെ അംഗങ്ങളാണ്. ചായ കുടിച്ച് ചുണ്ടുപൊള്ളിന്ന് ഞാൻ പറഞ്ഞു. ചുണ്ടുപൊള്ളിപ്പോ ഞാൻ അതിനടുത്ത് എറിഞ്ഞു, 2 തെറി പറഞ്ഞു. അപ്പൊ എന്റെ തെരഞ്ഞെടുത്തായി പറഞ്ഞേ, ദൈവരാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിന് പകരം ലോകരാജ്യമായി. ലോകരാജ്യം നരകത്തിലേക്ക് പോകും. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണെങ്കിൽ ഉടനെ ഭാര്യ എന്ന് പറയാണ്, യോ ചേട്ടാ ഞാൻ വിചാരിച്ചു പേപ്പർ വായിക്കുന്നു, സോറി പേപ്പർ വായിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്, ചൂടാറണ്ട ഇന്നത്തെ പോലെ വിചാരിച്ചിട്ടാണ് തിളച്ച ചായ കൊണ്ടുവന്നത്. ഇന്നലെ താൻ പേപ്പർ വായിക്കാൻ പോയില്ലേ, അതുകൊണ്ടാണ് കേട്ടോ ചേട്ടാ. അപ്പൊ ഭർത്താവിന് പറയാം, ഇവിടെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോയി, ഇന്ന് അങ്ങനെ ഞാൻ ഇത് ഓർമ്മൊന്നും വിചാരിച്ചില്ല, സാറ് സോറി പെട്ടെന്ന് പറ്റിപ്പോയതാട്ട എന്ന് പറയുമ്പോഴേക്ക് തെരഞ്ഞെടുപ്പ് മാറി. ഉടനെ ലോകരാജ്യത്തിൽ നിന്ന് നമ്മുടെ കട മാറി. കുട്ടികൾ കളിക്കില്ലേ ലോകരാജ്യത്തിൽ കുളം കര കുളം കര, അതുപോലെ നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ നമുക്ക് സുന്ദരമായിട്ട് ജീവിക്കാം. അത്